എനിക്ക് ഒന്നും ചേട്ടനോട് ചോദിക്കാനൊന്നുമില്ല. എന്നിരുന്നാലും 17 വർഷം മുമ്പ് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് നമ്മൾ നടന്ന വഴികൾ, നമ്മൾ RLV കോളേജിൻ്റെ ഇപ്പോൾ ഉള്ള RLV കോളേജല്ല, അതിന് മുമ്പുണ്ടായിരുന്ന ആ സ്ഥലം, ആ വഴികളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ഓർമ്മകൾ എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ചേട്ടയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവും, എനിക്കറിയാം. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, 17 വർഷമായി നമ്മുടെ വെഡിങ് ആനിവേഴ്സറി നവംബർ 18 കഴിഞ്ഞു. അപ്പോൾ ഈ 17 വർഷങ്ങൾക്കുള്ളിൽ ചേട്ടയ്ക്ക് ഏറ്റവും സന്തോഷം തോന്നിയതും ഏറ്റവും സങ്കടം തോന്നിയതുമായ ഒരു ദിവസം പറയാമോ? അതായത് ഒരു ഡാൻസ് സ്കൂള്, ഡാൻസിൻ്റെ ആളാണല്ലോ മൂപ്പർ, ഡാൻസ് സ്കൂള് പുള്ളി സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഡാൻസ് ടീച്ചറെ അവിടെ കൊണ്ടുവരുന്നു, ടീച്ചറെ അടിച്ചു മാറുന്നു, അതോടെ ഡാൻസ് സ്കൂൾ പൊളിഞ്ഞെന്നല്ല, അന്യം നിന്ന് പോയി. ഡാൻസ് സ്കൂൾ അന്യം നിന്ന് പോയി. ഇത് വൈഫ് ചോദിച്ചാണ് കറക്റ്റാണ്. ഞങ്ങൾ ആ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വൈഫ് RLVയിൽ ഭരതനാട്യം ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പ്രേമിക്കണത്. അപ്പോൾ ആ RLVയുടെ കുറേ വഴികളുണ്ട്. ഇതുപോലത്തെ ഇങ്ങനത്തെ ഓരോരോ പേരുണ്ടാവും അവിടെ ഇവിടെയൊക്കെ. പേരൊക്കെ നടക്കുമ്പോൾ ചോദിച്ചെനിക്ക് മനസ്സിലായി ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു അന്നേരം. കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. സാജു ഭയങ്കര ഹൈലി റൊമാൻറ്റിക് ആയിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. അതല്ലേ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പെണ്ണ് വിളിച്ചിട്ട് വന്നത്. അപ്പം അങ്ങനെ പോണ കാരണം ഇപ്പം ഇച്ചിരി റൊമാൻറ്റിക് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും. അതാണ് ചോദിക്കുന്നത്. ആ വഴിയിലൂടെയുള്ള നടപ്പും സംസാരമൊക്കെ ചേട്ടൻ മറന്നോ? ഇല്ല. അപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് അടുത്തിട്ട് ചെല്ലും. ഈ പ്രാരാബ്ദത്തിൽ നിൽക്കുമ്പോൾ കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് അടുത്തോട്ട് ചെല്ലുമ്പോൾ അതേ മറ്റേ പൈസ എപ്പോൾ കിട്ടും, പുറകിൽ നിന്ന് ആരോ ചോദിക്കണ പോലെ അപ്പം റൊമാൻറ്റിക് അവിടെ ഇടിയും. പിന്നെ അങ്ങനത്തെ ബാധ്യതകളുള്ള ടൈം. പിന്നെ നമ്മൾ ചാനലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും വീണ്ടും നമ്മൾ കൺകൾ ഇറണ്ടാന്നുള്ള പാട്ടും വെച്ചിട്ട് വൈഫിൻ്റെ അടുത്തേക്ക് പതിയെ ചെല്ലുമ്പോഴത്തേക്ക് ജഡ്ജ്മെൻറ്റ് എന്ത് പറ്റി, മോശമായി പോയല്ല സ്കിറ്റ്, അപ്പോൾ പിന്നെയും പോയി. അങ്ങനെയൊക്കെ ഉള്ള റൂട്ട്. പിന്നെ സിനിമയിലേക്ക് വന്നപ്പോഴാണെങ്കിൽ റൊമാൻറ്റിക്കിന് കുറവൊന്നുമില്ല, റൊമാൻറ്റിക് ഉണ്ട്. പിന്നെ ചോദിച്ചത് ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം, എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ അംഗങ്ങളുള്ളൊരു വീടാണ്. അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അത് എന്നാന്നൊന്നും അറിയാൻ പാടില്ല. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ സ്കൂളിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ വൈഫ് പറഞ്ഞ് വലിയ സംഭവങ്ങളൊന്നുമില്ല, ഇങ്ങനെ നിൽക്കേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞ് എൻ്റെ 2 ഫ്രണ്ട് വരും, അവർ ഗുരുവായൂർ പോകാനായിട്ട് വന്നാണ്, അപ്പോൾ അവർക്ക് ഭക്ഷണം എന്തെങ്കിലും കൊടുക്കണം, കാപ്പി കൊടുത്ത് വിടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വൈഫായിട്ട് പോയി രാവിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ ബീഫും അതും ഇതൊക്കെ ഉണ്ടാക്കി. ഗുരുവായൂർ പോകുന്ന ആൾക്കാരാണ്, പൊട്ടിയാണേ അപ്പോഴും ഇതൊക്കെ മേടിച്ചുകൊണ്ട് ഉണ്ടാക്കി. അപ്പോൾ സ്റ്റോക്ക് ഉണ്ടാക്കി. ഗുരുവായൂരേക്ക് ബീഫ് കഴിച്ചിട്ട് പോട്ടെ അല്ല, അപ്പോഴും എനിക്കപ്പോഴും മനസ്സിലായി, ഞാൻ അതിലും പൊട്ടായിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു, ഇവർ 12 മണി ആയപ്പോഴത്തേക്ക് 2 പേര് വന്നു. 2 പേര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 12 മണി, അപ്പോൾ ഊണ് കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു, ഇവർ ഊണ് കൊടുക്കണ്ടേ വേണേ? അതൊന്നും വേണ്ട, അവർ കഴിച്ചിട്ട് പോയിക്കോളും തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 22 വർഷം മുമ്പ് കോളേജിൽ പഠിച്ച എൻ്റെ പ്രീ ഡിഗ്രി ബാച്ചിലെ ഒരു കൂട്ടുകാരനും അവൻ്റെ വൈഫും കൂടി വന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബാച്ചിൽ നിന്ന് ഒരു 3/4% ഫാമിലിയായിട്ട് എല്ലാവരും കേക്ക്, എനിക്കുള്ള എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ട് വൈഫ് വേറൊരു കൂട്ടുകാരത്തി വഴിയിട്ട് ഫുള്ള് എല്ലാവരും എൻ്റെ പഴയ ഫ്രണ്ട്സ് കണ്ടിട്ട് പോലും ഇല്ല അവള്, എല്ലാവരും നമ്പർ കളിച്ച് എല്ലാവരും വിളിച്ചിട്ട് എൻ്റെ ആദ്യമായിട്ട് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം അന്നാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സങ്കടമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1-2 കാര്യമുണ്ട്. അതിൽ എൻ്റെ ലൈഫിൽ മുഖ്യമായിട്ട് ഞാൻ കാണുന്നത്, ഞാൻ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ വീട്ടിലാർക്കും വയ്യെന്ന് കൊണ്ടോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ വൈഫ് കല്യാണം കഴിഞ്ഞ് ഒരു പ്രാവശ്യം എൻ്റെ വൈഫ് സുഖയിലാണ്ട് വന്നു, ഫിക്സ് പോലെ വന്നു. അന്ന് ഞാൻ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് അറിയാനും പാടില്ല. അപ്പോൾ ഒമിറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ മേടിച്ചു കൊണ്ടുപോയിട്ട് പുറത്തുകൊണ്ട് കളഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി എന്ത് ചെയ്യണം? അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സങ്കടം ഉണ്ടാവേണ്ടത്, ഈ പേടിപ്പിക്കുന്നൊരു സങ്കടം ഉണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചത് എൻ്റെ വൈഫിൻ്റെ അമ്മ കുറേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള, ഞങ്ങളുടെ ഇല്ലാത്ത സമയത്തൊക്കെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചിട്ടില്ല. അമ്മ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോഴത്തേക്കുള്ള എൻ്റെ അത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു രശ്മിയുടെ അമ്മയായിട്ട്.
അല്ല, അതൊക്കെ മനസ്സിലാ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരണുണ്ടോ? നമ്മൾ ഇങ്ങനെ നടന്ന സമയത്ത് നമ്മൾ കുറേ കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിരുന്നു. അപ്പോൾ പല സുപ്രഭാതത്തിലും നമ്മൾ ഞാനും വൈഫും കൂടെ ആത്മഹത്യ ചെയ്യേണ്ട ലെവൽ വരെ എത്തിയതാണ്. അപ്പോഴൊക്കെ ഞങ്ങളുടെ കൂടെ ഫുള്ള് അമ്മക്കറിയാം ഞങ്ങളെന്തോ ചെയ്യും. അപ്പം അങ്ങനെ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും കടും കൈ ചെയ്യുന്നുള്ള അമ്മയ്ക്കറിയാം. നമുക്കറിയാം, ഉറപ്പായിരുന്നു ഞങ്ങളങ്ങനെ ആ ഒരു സ്റ്റേജ് വരെയൊക്കെ എത്തിയതാണ് കാര്യങ്ങൾ. അപ്പോൾ അത് ചെയ്യുമെന്ന് ഉറപ്പാണ്. അമ്മ ഫുൾ ടൈം ഞങ്ങളെ കെയർ ചെയ്ത് ഞങ്ങളുടെ കൂടെ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങൾ ഉറങ്ങിയാലും വരും, ഉറങ്ങിയ മക്കളെന്ന് ചോദിച്ചിട്ടും മുകളിലൊന്ന് ചോദിച്ചിട്ടൊക്കെ പോരും. അപ്പോൾ ആ ജീവിതം ഒരിക്കലും ഒരു രണ്ടറ്റം കൂട്ടുമുട്ടുന്നില്ല, ഒരു പരാജയമാണെന്ന്. പരാജയം നമ്മൾ എന്ത് വെച്ചാലും അതിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. പ്രോഗ്രാം ചെയ്താൽ നേരാനുള്ള കടങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു ആ സമയത്ത്. ഒരു 6, 7, 8 വർഷത്തോളം ഞാൻ ഈ ചെറിയൊരു വീട്ടിൽ വാടക താമസിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഈ അമ്മ ജോലി കഴിഞ്ഞിട്ട് അവിടെ വരും, അവിടെ വന്നിട്ട് അവിടെ നടന്ന് പിന്നെ വീട്ടിൽ പോകും, പിന്നെ അവിടെ നിന്ന് വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് വരും, അണ്ട് ജോലിക്കും, പിന്നെ തിരിച്ച് വൈകിട്ട് ഇവിടെ വരും. അമ്മയുടെ മനസ്സിലുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ചെയ്യുന്നുള്ളത്. അത് നമുക്ക് പേടിയായിരുന്നു. അപ്പോൾ ആ സമയമൊക്കെ, പക്ഷെ ഞാൻ പിന്നെ അത് ഈസിയാക്കി. അമ്മ ഞാൻ പറഞ്ഞു നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഇത്രയും ഇത്രയും ആൾക്കാർ, എൻ്റെ വീട്ടുകാർ എല്ലാവരും പ്രാർത്ഥനയും നമുക്ക് ചെയ്യാൻ വേണ്ടി വല്ല സാധന സാമഗ്രികൾ പാഷാണം പോലെ മേടിച്ച് വെച്ചിരുന്നു. അല്ല, ഞാൻ പ്ലാൻ ചെയ്യുകയും ചെയ്തു. പ്ലാൻ ചെയ്തു. ഞാൻ പറഞ്ഞ വൈഫിനോട് പറഞ്ഞു നമുക്ക് നിലനിൽപ്പില്ല, നമുക്ക് ഇങ്ങനെ വേണ്ട എന്നുള്ള. അപ്പം ഒരു കുട്ടിയില്ല, കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ചില ഒരുപക്ഷെ ഞങ്ങൾ ഇതിന് മുമ്പേ എന്തെങ്കിലും ചെയ്തു പോയേനെ. കാരണം അതൊരു കുട്ടിയെ നോക്കാനുള്ള ഇതും കൂടി പ്രശ്നം, അത്രയും പ്രശ്നത്തിലായിരുന്നു. ഞാൻ വാടക താമസിക്കുമ്പോൾ, ആദ്യം വാടക താമസിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാഴ്ച ഞങ്ങൾ ബ്രെഡാണ് കഴിച്ചത്. ഈ വെച്ച് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ബ്രെഡ് വാങ്ങിക്കും, ബ്രെഡ് വാങ്ങിക്കും. പിന്നെയാണ് ഞങ്ങൾ ചെറിയൊരു സ്റ്റൗ വാങ്ങിച്ച് വീടിൻ്റെ മൂലയിൽ തന്നെയൊക്കെ സെറ്റപ്പ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ ഇതാവുന്നത്. അപ്പോൾ ഈ അമ്മ നമുക്കൊരു നല്ല ടൈം വന്നപ്പോൾ വെറുതെ കാലുവേദനയായിട്ട് കൊണ്ടുപോയി. ഞാനിപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അമ്മ അവിടെ ഇവിടെ ഒന്നും പോകണ്ട ബാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ലേക്ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത്. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടർ എൻ്റെ അടിക്കല്ല പറഞ്ഞത്, നമുക്ക് ഇത് അസുഖമെന്ന് പറഞ്ഞത്. ഞാൻ പോയി അമ്മയോട് പറയണ്ടേ, അളിയനോട് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയില്ല. കാരണം ഞാൻ തന്നെ അമ്മയോട് പറഞ്ഞൊരു നിമിഷം ഉണ്ടായിപ്പോയി. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഉണ്ടായിരുന്നിട്ട് ഒറ്റ കരച്ചിൽ കരഞ്ഞു. അത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ഇവിടെ അനുഭവിച്ചിട്ടില്ല. ഇങ്ങനെ ഇന്നാൾക്ക് അമ്മക്ക് ക്യാൻസറാണെന്ന് ഞാൻ അമ്മയോട് പോയി പറഞ്ഞ ആ ഒരു നിമിഷം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പം നല്ല സമയം വന്നപ്പോഴത്തേക്ക് അമ്മ കൂടെ ഇല്ലാത്തതിൻ്റെ കൂടെ ഇല്ല എന്നുള്ളൊരു വിഷമം. അത് 55 വയസ്സേ ഉള്ളൂ.